Hi dear students, welcome back to Xylem Learning. Abdullah സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ 10th CBSEയിലെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ഗാന്ധിയുടെ സമരത്തെക്കുറിച്ചൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ. നാഷണലിസം ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിലേക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള സമരങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യകാല സമരങ്ങൾ അല്ലെങ്കിൽ ഏർലി സ്ട്രഗിൾസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഏർലി സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 3 സ്ട്രഗിൾസ് ആണ് കാണാൻ പറ്റുന്നത്. ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. ഇങ്ങനെ 3 സമരങ്ങളായിരുന്നു ഗാന്ധിജി ആദ്യ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നത്, നടത്തിയിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് സ്ട്രഗിളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ചമ്പാരനാണ്. ചമ്പാരൻ സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ ഇൻഡിഗോ ഫാമേഴ്സ് സഫർ ചെയ്തിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ചമ്പാരൻ, ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ഒരു വില്ലേജിലെ ഇൻഡിഗോ ഫാമേഴ്സ് അവിടുത്തെ പ്ലാന്റേഷൻ ഓണേഴ്സിൻ്റെ ഭാഗത്തും എന്തുണ്ടായിരുന്നു, വലിയൊരു രീതിയിലുള്ള ക്രൂരതകളൊക്കെ നേരിടേണ്ടി വന്നിരുന്നു. അപ്പോൾ ഈ പ്ലാന്റേഷൻ വർക്കേഴ്സ് സഫർ ചെയ്തിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത്, ഈ ചമ്പാരൻ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഇതാണ് ഗാന്ധിയുടെ ഫസ്റ്റ് മൂവ്മെൻറ്റ്. ഇന്ത്യയിൽ ഗാന്ധി നടത്തിയ ഫസ്റ്റ് മൂവ്മെൻറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ചമ്പാരൻ മൂവ്മെൻ്റ് ആണെന്ന് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഖേദ, അതുപോലെ തന്നെ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അതിൽ ഖേദയുടെ കാര്യം പറയുകയാണെങ്കിൽ ഖേദയും ഫാമേഴ്സിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഫാമേഴ്സിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഗാന്ധിജി നടത്തിയിട്ടുള്ള മറ്റൊരു മൂവ്മെൻറ്റാണ് ഖേദ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് തന്നെ നോക്കാം അല്ലേ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഹിസ്റ്ററിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ വരുന്ന ചാപ്റ്ററാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു 2 മാർക്കിനൊക്കെ ഒരു ചോദ്യമൊക്കെ വരുന്നൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഏർലി സ്ട്രഗിൾസ് എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ മാപ്പ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, ആ സമയം നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു മാപ്പിൽ നിങ്ങൾ എവിടെയൊക്കെയാണ്, അഹമ്മദാബാദും അതുപോലെ തന്നെ ഖേദയും ഒക്കെ ഗുജറാത്തിലാണ് എന്നുള്ളതും ദെൻ ചമ്പാരൻ ബീഹാറിലാണ് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ചമ്പാരൻ ബീഹാറിലാണ്, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കും അതുപോലെ തന്നെ ഖേദ പെസൻ സ്ട്രൈക്കും എവിടെയാണ്, യെസ് ഗുജറാത്തിലാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. നമ്മൾ നേരെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ചമ്പാരനാണ് പറഞ്ഞത്. ചമ്പാരൻ പറഞ്ഞ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡിഗോ ഫാമേഴ്സ് എന്താണെന്നൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടും 8th CBSEയിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടും ഇൻഡിഗോ ഫാമേഴ്സ് എന്താണ്, അവർ സഫർ ചെയ്ത എക്സ്പ്ലോയിറ്റേഷൻ എന്താണ്, അത് ബംഗാളിലെ ഇൻഡിഗോ ഫാമേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ബീഹാറിലേക്ക് വന്നതിനെ കുറിച്ച് ആ ലാസ്റ്റ് 8 CBSEയിൽ നിങ്ങളോട് ലാസ്റ്റ് ടോപ്പിക്കിൽ പറയുന്നുണ്ട്, ബംഗാളിൽ നിന്നും ഗ്രാജുവലി ഇവർ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ബീഹാറിലേക്ക് പോകുന്നുണ്ട് എന്ന് പഠിപ്പിക്കാനുണ്ട് അല്ലെങ്കിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ തിരിച്ചു വന്ന സമയത്ത് ഈ ഇൻഡിഗോ ഫാമേഴ്സ് സഫർ ചെയ്യുന്ന എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ചമ്പാരൻ എന്ന് പറയുന്ന വില്ലേജിനെ കുറിച്ചോ വലിയൊരു ഐഡിയ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഒരു ഇൻഡിഗോ ഫാമർ വന്ന് ഗാന്ധിജിയെ കാണുന്നതും, രാജ്കുമാർ ശുക്ലയെ പോലെയുള്ള ഇൻഡിഗോ ഫാമേഴ്സ് വന്ന് ഗാന്ധിജിയെ കാണുന്നതും അവർ സഫർ ചെയ്യുന്ന പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി എന്തെയാണ് ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ പെസൻസിന് വേണ്ടിയാണ്, ബീഹാറിലാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. 1917 സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഒപ്രസീവ് ആയിട്ടുള്ള പ്ലാന്റേഷൻ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി ഗാന്ധിജി ഇതിൽ ലീഡർഷിപ്പ് കൊടുത്തതോടുകൂടി ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും, ഹിസ് ഇൻവോൾവ്മെൻറ്റ് കമ്പൽഡ് ദ അതോറിറ്റി ടു പാസ് ലോസ് ഇൻ ഫേവർ ടു ദ ഇൻഡിഗോ ഫാമേഴ്സിന് ഫേവർ ആയിട്ടുള്ള, ഇൻഡിഗോ ഫാമേഴ്സിന് അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ അതോറിറ്റി വില്ലിങ് ആയി എന്നുള്ളതാണ് ഫസ്റ്റ്. അവരുടെ ഡിമാൻഡും അത് തന്നെയായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യാൻ അതോറിറ്റി തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു വരവ് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് നമ്മളിവിടെ പറയുന്നത് ദേ ഗോട്ട് ദ ഫ്രീഡം ടു ഗ്രോ വാട്ട് എവർ ക്രോപ്പ് ദേ ചൂസ്. അവർക്ക് ഇഷ്ടമുള്ള ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാം. ഫോഴ്സ്ഫുള്ളി ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണം എന്ന എന്താ പറയുക, ആ ഒരു ക്രൈറ്റീരിയൊക്കെ എന്ത് ചെയ്തു, കുറച്ചും കൂടി ലിബറലാക്കി. ഈ ഫാമേഴ്സിന് എന്ത് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള ക്രോപ്സ് എന്ത് ചെയ്യാം, കൾട്ടിവേറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ഗാന്ധിജിയുടെ ഫസ്റ്റ് മൂവ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഖേദയാണ്. 1917 തന്നെയാണ്. അഗെയിൻ അതേ വർഷം തന്നെയാണ് ഗാന്ധിജി അടുത്ത സമരം നടന്നത് ഖേദയിലാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗുജറാത്തിലാണ് ഖേദ. ഗുജറാത്തിലൊരു ഡിസ്ട്രിക്റ്റാണ് ഖേദ എന്ന് പറയുന്നത്. ദ പെസൻസ് ഓഫ് ദ ഖേദ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത് അഫക്റ്റഡ് ക്രോപ്പ് ഫെയിലിയർ ആൻഡ് പ്ലേഗ് എപ്പിഡമിക്കും ക്രോപ്പ് ഫെയിലിയർ കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന പെസൻസ് വലിയൊരു ട്രാജിക് കണ്ടീഷനിലാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്തും ടാക്സ് കമ്പൾസറി ആക്കി, ടാക്സ് എന്ത് ചെയ്യണം, പേ ചെയ്യണം എന്ന് എന്ത് ചെയ്തു, ഫോഴ്സ്ഫുള്ളി ബ്രിട്ടീഷുകാർ പറഞ്ഞു. അപ്പോൾ കുഡ് നോട്ട് പേ ദ റവന്യൂ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റവന്യൂ പേ ചെയ്യാനുള്ള സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല, ടാക്സ് പേ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോഴ്സ്ഫുള്ളി അവരോട് എന്ത് പറയാണ്, ടാക്സ് പേ ചെയ്യണം.
നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യണം എന്ന് അവരോട് ഫോഴ്സ്ഫുള്ളി പറയാണ്. അപ്പോൾ ഫൈറ്റ് ഫോർ റിഡക്ഷൻ റിഡക്ഷൻ ഓഫ് റവന്യൂ, റിഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ റവന്യൂ എടുത്ത് കളയണം എന്നുള്ളതായിരുന്നു ആരുടെ ഡിമാൻഡ്? നമ്മുടെ ഖേദയിലെ പെസൻസിൻ്റെ ഡിമാൻഡ്. ഇനി ഇതിൽ ഗാന്ധിജിയുടെ റോൾ എന്താണെന്നും ഗാന്ധി ഇടപെട്ടോടുകൂടി മാറ്റങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ടാക്സ് ഫോർ കറണ്ട് ഇയർ ആൻഡ് നെക്സ്റ്റ് ഇയർ വാസ് സസ്പെൻഡഡ്. ഗാന്ധിജിയുടെ ഇൻവോൾവ്മെൻറ്റോട് കൂടി ഖേദയിൽ എന്തുണ്ടായി? ഫാമേഴ്സ് ക്രോപ്പ് ഫെയിലിയർ ഒക്കെ ഉണ്ടാകുമ്പോഴും ഹ്യൂജ് എമൗണ്ട് ടാക്സ് പേ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി നിങ്ങൾ ടാക്സേ കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് എന്തിനും റെഡിയായി? അത് വില്ലിങ് അവർ റെഡിയായി. ബിക്കോസ് അതെന്ത് ചെയ്തു? അവർ വില്ലായി, അവർ റെഡിയായി. അങ്ങനെ അവരെന്ത് ചെയ്തു? കറണ്ട് ഇയറും നെക്സ്റ്റ് ഇയറും ടാക്സിന് എന്ത് കൊടുത്തു? റിലാക്സേഷൻ കൊടുത്തു. ദെൻ ഓൾ കോൺഫിസ്കേറ്റഡ് പ്രോപ്പർട്ടി വാസ് റിട്ടേൺഡ്. പിടിച്ചെടുത്തിരുന്ന എല്ലാ പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും സീസ് ചെയ്തിരുന്ന, ജപ്തി ചെയ്തെടുത്തിരുന്ന ഭൂമി, അവരുടെ കയ്യിലുണ്ടായിരുന്ന ലാൻഡ് പ്രോപ്പർട്ടി ഒക്കെ എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. അങ്ങനെ രണ്ടാമത്തെ മൂവ്മെൻറ്റും സക്സസ്ഫുള്ളി ആര് ഫിനിഷ് ചെയ്തു? നമ്മുടെ ഗാന്ധിജി ഫിനിഷ് ചെയ്തു. ദെൻ ലാസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാം, ഗാന്ധിജിയുടെ ലാസ്റ്റ് മൂവ്മെൻ്റ് അല്ല, ഏർലി സ്ട്രഗിൾസിൽ ലാസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അഹമ്മദാബാദ് സത്യാഗ്രഹ 1918 എഗെയിൻ ഗുജറാത്തിൽ തന്നെയാണ് ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. കോട്ടൺ മിൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് കേട്ടോ. ഇതിവിടെ നമ്മൾ പറയുന്നത് പ്ലേഗ് ഒക്കെ ഉണ്ടായ സമയത്ത് കുറേ അധികം ആളുകൾക്ക് എന്ത് ചെയ്തു? ഈ ഡിസീസൊക്കെ സ്പ്രെഡായി മരിച്ചുപോയി. ഓക്കെ, അപ്പോൾ ഈ കോട്ടൺ മിൽ വർക്കേഴ്സ് എന്ത് ചെയ്തു? അവർ ജോബ് ചെയ്യാൻ വില്ലിങ് ആയില്ല. ബിക്കോസ് അവർക്ക് പേടിയായി. കാരണം കുറേ ആളുകൾക്ക് രോഗം പകർന്ന് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്തു? ആകെ ഒരു ടെൻസ്ഡ് ആയിരുന്നു. ഈ സമയത്ത് ബ്രിട്ടീഷേഴ്സ് പറഞ്ഞു എക്സ്ട്രാ ബോണസ് തരും, അത് തരും, ഇത് തരും എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ വർക്കിന് വില്ലിങ് ആയി. തിരിച്ചു വന്നപ്പോൾ എല്ലാം പറ്റിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഗുജറാത്ത് മിൽ ഓണേഴ്സ് ആൻഡ് ദ വർക്കേഴ്സ് ഓൺ ദ ക്വസ്റ്റൻ ഓഫ് പ്ലേഗ് ബോണസിനെ എന്താ പറയുക, തുടർന്നുണ്ടായിട്ടുള്ള ഡിസ്കഷനും അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് എവിടെ ഉണ്ടായിട്ടുള്ളത്? ഈ പറയുന്ന ഗുജറാത്തിലെ അഹമ്മദാബാദ് കോട്ടൺ മിൽ വർക്കേഴ്സിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിലും ഗാന്ധിജി ഇടപെട്ടു. ഫോളോയിങ് ഹിസ് സത്യാഗ്രഹ ദ അതോറിറ്റീസ് അഗ്രീഡ് ടു ഹൈക്ക് വേജ് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് ദ സ്ട്രൈക്ക് ടു എൻ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതോറിറ്റി എന്തിന് വില്ലിങ് ആയി? ഈ പറയുന്ന പോലെ തന്നെ ഇവരുടെ സാലറി ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ വേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അതോറിറ്റി റെഡിയായി. അങ്ങനെ ആ സത്യാഗ്രഹം എന്ത് ചെയ്തു? വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ പറയുന്നുണ്ട് സ്ട്രൈക്കാണ്. ഇതിലൂടെ ഗാന്ധി കണ്ടെത്തിയത് സ്ട്രൈക്കാണ്, പണിമുടക്ക് പോലുള്ള രീതിയാണ് ഈ പറയുന്ന അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കിൽ ഗാന്ധി മുമ്പോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും ഏർലി സ്ട്രഗിൾസ് ആണ്. ഇതൊന്നും നാഷണൽ മൂവ്മെൻ്റ് അല്ല, ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം അല്ലേ. ഇപ്പോൾ ഖേദയാണെങ്കിൽ ഖേദ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. ചമ്പാരനാണെങ്കിൽ ചമ്പാരൻ എന്ന് പറയുന്ന വില്ലേജിന് മാത്രമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ആ കോട്ടൺ മിൽ വർക്കേഴ്സ് സഫർ ചെയ്യുന്ന പ്രോബ്ലം മാത്രമാണ്. ഇതിനൊന്നും എന്തുണ്ടായിരുന്നില്ല, ഒരു നാഷണൽ മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതൊരു പെർട്ടിക്കുലർ ഏരിയ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു ഗാന്ധിജി ഇടപെട്ടിരുന്നത്. പക്ഷേ ഇതിന് ശേഷമാണ് ഗാന്ധിജി എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ലൈക്ക് റൗലറ്റ് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഗാന്ധിജിയുടെ ഒരു വരവ് ഗാന്ധിജി എന്ത് ചെയ്യാണ്? അവിടെ കാണിക്കുകയാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, സിവിൽ ഡിസോബിഡിയൻ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അങ്ങനെ നിരവധി മൂവ്മെൻറ്റുകളിൽ ആരുടെ നേതൃത്വം നമുക്ക് കാണാൻ പറ്റും? ഗാന്ധിജിയുടെ നേതൃത്വം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏർലി സ്ട്രഗിൾസ് ആയിരുന്നു. ഏർലി സ്ട്രഗിൾസിനെ കുറിച്ച് നമുക്ക് ഇത്ര കാര്യങ്ങളേ പറയാനുള്ളൂ. ഇതിലൂടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആ ഒരു വേ ഓഫ് സ്റ്റൈൽ എന്താണ്, ഗാന്ധിജി എങ്ങനെയാണ് സമരം നടത്തുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ആദ്യത്തെ 3 സമരങ്ങളും കഴിഞ്ഞു. ഞങ്ങളുടെയൊക്കെ ഒരു രക്ഷകനായി ജനങ്ങൾ ആരെ അംഗീകരിച്ചു? ഗാന്ധിജിയെ അംഗീകരിച്ചു. അതുപോലെ തന്നെ ഒരു കോമൺ പേഴ്സൺ ആയിരുന്നു അല്ലെ, കോമൺ പേഴ്സണെ പോലെ തന്നെയായിരുന്നു ബിഹേവ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ സംസാരിച്ചിരുന്നത്, ഡ്രസ്സ് ചെയ്തിരുന്നത്, എല്ലാം ഒരു സാധാരണക്കാരനെ പോലെ തന്നെയായിരുന്നു. അപ്പോൾ സാധാരണക്കാർക്കിടയിൽ തോന്നാണ് നമുക്കും എന്തുകൊണ്ട് ഇങ്ങനെ മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിക്കൂടാ എന്ന് തോന്നലുണ്ടാക്കിയെടുക്കാൻ ആർക്ക് സാധിച്ചു? ഗാന്ധിജിക്ക് സാധിച്ചു. ഇതൊക്കെ തന്നെയാണ് ഗാന്ധിജിയുടെ ആദ്യകാല മൂവ്മെൻറ്റ് കൊണ്ട് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനും ഗാന്ധിജിക്ക് പറ്റി. അപ്പോൾ ഇതുപോലെ ഗാന്ധിജിയുടെ മറ്റു മൂവ്മെൻറ്റ്സും ബാക്കി ഭാഗങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ബൈ.